JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. കേരള ബാങ്ക് OAയുടെ ഫൈനൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് 2 ഡിലീഷൻ ആണ് ഉള്ളത്. അപ്പോൾ കട്ട് ഓഫ് മാർക്കിൽ ചെറിയ വ്യത്യാസം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഏതൊക്കെ ചോദ്യങ്ങളാണ് ഡിലീഷൻ വന്നിട്ടുള്ളത്, അപ്പോൾ എക്സ്പെക്ടിങ് കട്ട് ഓഫ് മാർക്ക് എത്രയാണ് വരുന്നതെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യമായിട്ട് ഡിലീഷൻ ആയത് ഒന്നാമത്തെ 38ാമത്തെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ കോഡ് നമ്പർ A പ്രകാരം 38ാമത്തെ ചോദ്യമാണ്. എന്താണ് ചന്ദ്രഗിരി പുഴയുടെ സവിശേഷത? അതാണ് ഒന്നാമതായിട്ട് ഡിലീഷൻ വന്ന ചോദ്യം. രണ്ടാമത് ഡിലീഷൻ വന്നത് വ്യത്യസ്തമായത് എഴുതുക. 94ാമത്തെ ചോദ്യമാണ് രണ്ടാമതായിട്ട് ഡിലീഷൻ വന്നത്. വ്യത്യസ്തമായത് എഴുതുക എന്നുള്ള അതാണ് രണ്ടാമത്തെ ചോദ്യം ഡിലീഷൻ ആയത്. ഇനി നമുക്ക് അതിന്റെ ടോട്ടൽ മാർക്ക് വരുമ്പോൾ ഇനി നമുക്ക് 98 മാർക്കിലാണ് കട്ട് ഓഫ് മാർക്ക് നിർണ്ണയിക്കുന്നത്. അപ്പോൾ കട്ട് ഓഫ് മാർക്ക് നിർണ്ണയിക്കുന്ന അവസരത്തിൽ എത്ര പേരുടെ ലിസ്റ്റാണ് PSC ഇടാൻ ഉദ്ദേശിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കട്ട് ഓഫ് മാർക്ക് നിശ്ചയിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു 100 പേരുടെ ലിസ്റ്റാണ് PSC ഇടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 100ാമത് വരുന്ന ആളുടെ മാർക്കാണ് ആ തസ്തികയുടെ ആ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ PSC എത്ര പേരുടെ ലിസ്റ്റാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് എന്നതനുസരിച്ച് കട്ട് ഓഫ് മാർക്കിൽ വ്യത്യാസം വരാനുള്ള സാധ്യത ഏറെയാണ് എന്ന് സാരം. അതായത് വലിയ ലിസ്റ്റാണ് PSC ഇടുന്നതെങ്കിൽ കട്ട് ഓഫ് മാർക്ക് കുറഞ്ഞു വരും. എന്നാൽ ലിസ്റ്റ് ചുരുക്കുകയാണ് എങ്കിൽ കട്ട് ഓഫ് മാർക്ക് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എക്സ്പെക്ടിങ് കട്ട് ഓഫ് മാർക്ക് പ്രതീക്ഷിക്കുന്നത് 74നും 76നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരുമെന്നുള്ളതാണ് പ്രതീക്ഷ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ലിസ്റ്റ് ആയിരിക്കും PSC ഇടാൻ സാധ്യത എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വേക്കൻസി നിലവിൽ 139ഓളം വേക്കൻസികൾ ഏകദേശം ഉണ്ട്. അതിൽ കൂടുതൽ വേക്കൻസി ഉണ്ടാവാനുള്ള സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനിയും വേക്കൻസികൾ കൂടുകയാണ് എങ്കിൽ ലിസ്റ്റ് വിപുലീകരിച്ചിടാനുള്ള സാധ്യതകൾ ഏറെയാണ്. അങ്ങനെ വന്നാൽ കട്ട് ഓഫ് മാർക്ക് കുറയാനുള്ള സാധ്യതയുണ്ട്. അതായത് ലിസ്റ്റ് ചുരുക്കാതിരുന്നാൽ കട്ട് ഓഫ് മാർക്കിൽ വ്യത്യാസം വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഇതാണ് ഏകദേശം എക്സ്പെക്ടിങ് കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. 74നും 76നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരുമെന്നുള്ളതാണ് പ്രതീക്ഷ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.